എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗത്തിലും കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എപ്പോഴാണ് ഇതൊക്കെ ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തത്? ഈ എളിയവരിൽ ഇവർക്കൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തതെന്ന് യേശുദേവൻ ബൈബിളിലൂടെ പറയുന്നു. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടവര്, മാനസിക വിഭ്രാന്തിയുള്ളവര്, അവരെ കണ്ടെത്തി, അവരെ ശുശ്രൂഷിച്ച്, അവരെ മുടിയൊതുക്കി, മുടി വെട്ടിക്കൊടുത്ത്, അവരെ കുളിപ്പിച്ച് അവരെ പുതിയ ജീവിതത്തിലേക്ക് നയിക്കുന്ന CL ജേക്കബ് എന്ന ജീവകാരുണ്യ പ്രവർത്തകനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്നേഹം നിറഞ്ഞ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ആരംഭം? എങ്ങനെയാണ് ആരംഭം എന്ന് വെച്ചാൽ ഈ ബൈബിള് വായിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പ്രവർത്തിക്കുന്നവനാണ് സ്വർഗരാജ്യം, അനുവർത്തിക്കുന്നവനാണ്. അപ്പോൾ ബൈബിൾ വായിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരാകണം. ഈ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ വഴിയിലേ ഒരു കുപ്പത്തൊട്ടിയുടെ സൈഡിൽ ഒരു നഗ്നനായിട്ടൊരു മനുഷ്യൻ കിടന്നിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ജോലിക്ക് പോണ സമയത്ത് ഇങ്ങനെ കുറച്ചു നേരം നോക്കിയിരുന്നു അയാളെ. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കർത്താവ്? എനിക്കൊരു പേടിയും തോന്നി. അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല, അങ്ങനെ ജോലിക്ക് പോയി. തിരിച്ചു വരുമ്പോൾ വീണ്ടും അയാൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടു. അപ്പോഴും ആരും ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അതായത് പരിപൂർണ്ണ നഗ്ന, പുറത്ത് അടിയൊക്കെ കണ്ടിട്ട് പാടുകളുണ്ട് അയാളുടെ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അങ്ങനെ കുറച്ചു നേരം നിന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചു പോന്നു. ഞാൻ കുറേ ചിന്തിച്ചു. പിന്നെ വീട്ടിലൊക്കെ അത് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു. കെടുക്കാൻ പോണ നേരത്തൊരു പ്രാർത്ഥന എനിക്ക്. ആ പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നപ്പോൾ കുറച്ച് ഒരു 12-1 മണി നേരമായി ഉണ്ടാവും. ആ സമയത്താണ് ഈ സ്വപ്നം. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല. അതായത് ബൈബിളിലെ മത്തായി വിശേഷം 25-ാം അധ്യായത്തിലെ അവസാന വിധി അതാണ്. അപ്പോൾ അതിൽ പറഞ്ഞത് എങ്ങനെയാ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ വിശക്കുന്നവരും എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ഞാൻ ദാഹിക്കുന്നവരും എനിക്ക് കുടിക്കാൻ തന്നില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഉണർന്നു. അതായത് ബൈബിളിലെ ആ ഒരു വചനം അതാണ് സ്വപ്നത്തിൽ കണ്ടത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ചിന്തിച്ചു. അതെ, ശരി കർത്താവേ, ഞാൻ ഇതിങ്ങനെ കാലത്ത് കണ്ടു, ഞാൻ ഒന്നും ചെയ്തു കൊടുത്തില്ല അയാൾക്ക്. ഞാൻ നാളെ നേരം വെളുത്താൽ അയാൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കാം. അയാളെ കുളിപ്പിക്കാം, അയാൾക്ക് ഭക്ഷണം കൊടുക്കാം, വെള്ളം കൊടുക്കാം, അങ്ങനെ വസ്ത്രം കൊടുക്കാം. അതൊക്കെ ചെയ്ത് അങ്ങനെ പറഞ്ഞ് ഞാൻ കിടന്നു പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ഞാൻ എൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ എടുത്തിട്ട് ഇയാളടുത്ത് പോകാൻ നിൽക്കുക. അപ്പോൾ എനിക്കൊരു പേടി തോന്നി. ഇയാൾ എന്തെങ്കിലും എന്നെ ചെയ്തെങ്കിൽ, വല്ല അടി എവിടെയൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു സഹായകനൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഗുരുവായൂർ നമ്മളെ മഞ്ഞളാൻ്റെ കടക്കിൽ കുറച്ച് ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരു സുബ്രഹ്മണ്യൻ. അപ്പോൾ ഞാനും സുബ്രഹ്മണ്യനെ വിളിച്ചു. സുബ്രഹ്മണ്യൻ, നമുക്കിങ്ങനെ ഒരാൾ കിടക്കേണ്ട, അയാൾ നമുക്ക് ഒന്ന് എടുക്കാൻ വരുമോ എൻ്റെ കൂടെ? ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഓട്ടോറിക്ഷയൊക്കെ ലോക്ക് ചെയ്ത് എൻ്റെ കൂടെ പോന്നു. അപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ അയാൾ വെറുതെ കുപ്പയിൽ കിടന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുക. അവനെ തട്ടി വിളിച്ചു ഞാൻ. നമുക്ക് കുളിക്കണ്ടേ, ഭക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവനാണ് നിങ്ങൾ രണ്ടാളും കൈ പിടിച്ചിട്ട് നമ്മൾ അഗതി മന്ദിരത്തിൻ്റെ മുന്നിൽ ഒരു കട തിണ്ണയിലിരുത്തി, കട പൂട്ടി. അതായത് നിങ്ങൾ അവിടുന്ന് ഇയാളെ എടുത്തിട്ട് കൊണ്ടുവന്നു. അതെ. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇയാൾക്ക് കുറേ ഭക്ഷിക്കാനൊക്കെ ചായയും പലഹാരങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഈ അഗതി മന്ദിരത്തിൻ്റെ മുന്നിൽ 2 അമ്മമാർ മുടി ചീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാരോട് ചോദിച്ചു, ഈ ആളൊന്ന് കുളിപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഈ ബാത്റൂമൊന്ന് ഒഴിവാക്കി തരുമോ? നിങ്ങളാരാ? ഞാൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഹിന്ദുക്കളാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ? ഇതാണ് അവർ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനാണ്. എൻ്റെ കൂടെ ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞൊരു ഹിന്ദു ഉണ്ട്. ശരി. അപ്പോൾ നിങ്ങളുടെ ബൈബിളിലെ കാര്യമാണ് ചെയ്യുന്നത് അല്ലേ? അമ്മമാർക്ക് ബൈബിൾ വായിച്ചിട്ടുള്ള ഒരു പരിചയം ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു, അവിടെ മാനേജറുണ്ട്, അവിടെ ചെന്ന് ചോദിച്ചോളൂ എന്നുണ്ട്. ആ മാനേജറുടെ അടുത്ത് പോയി. അപ്പം മാനേജർ ഒരു കുട്ടനായരും ഒരു ജനാർദ്ദനും അന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ കുട്ടനായർ ചോദിച്ചു, എന്താ ദൈവദാസം ഇവിടെ വന്നേ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളിനെ കിട്ടിയിട്ടുണ്ട്, അയാളെ കുളിപ്പിക്കാനുള്ള സ്ഥലം ബാത്റൂമൊന്നും ഒഴിവാക്കി തരും. അതിന് കുഴപ്പമില്ല, അവിടെ എടുത്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അയാളെ എടുത്തു. ഒരു സാമ്പിൾ സോപ്പ് മുഴുവനും അയാളെ വെയിലും വെച്ച് തേച്ചു. കരിക്കട്ട മാതിരിയുള്ള ചേറ് ഇങ്ങനെ ഒഴുകി പോവുക.
കാരണം കുറേ കാലങ്ങളായി. കുറേ കാലങ്ങളായി. പിന്നെ ഈ കുപ്പയിലല്ലേ കിടക്കണേ, പിന്നെ റോഡ് സൈഡിലല്ലേ ആ വണ്ടിയുടെ പുകയും അതേമാതിരി എല്ലാതും ഉണ്ടാവും. അങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഞാൻ എൻ്റെ ഷർട്ടൊക്കെ ഇട്ടു. അത് കുഴപ്പമില്ല, യൂസായാലും കുഴപ്പമില്ലല്ലോ. ഈ പാൻറ്റ് അരവണ്ണം ശരിയാവില്ല. അപ്പോൾ ഒരു സ്വാമി ഇത് നോക്കി നിന്നായിരുന്നു. അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ മുണ്ട് കൊടുന്നു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മുണ്ട് കൊടുന്ന് ഞാൻ ബാക്കിൽ കെട്ടി കൊടുത്തു, അല്ലെങ്കിൽ ഇയാൾക്ക് അഴിഞ്ഞു പോവുമല്ലോ. അങ്ങനെ അയാളെ കുളിപ്പിച്ച് ഇതൊക്കെ ഭക്ഷണം കൊടുത്തൊക്കെ ഇരുത്തി ഞാൻ അവിടുത്തെ ഒരു നഴ്സിനോട് പറഞ്ഞു, ഞാൻ ഇയാളെ ഇവിടെ ഇരുത്താം, നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരണമെങ്കിൽ കുറച്ച് ഇയാൾക്ക് കൊടുക്കും, ഒരു നേരം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എത്തി പോന്നു. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഇയാൾ വീണ്ടും പണ്ടത്തെ മാതിരി തന്നെയായി. ഈ ഷർട്ടിൻ്റെ കപ്പ് മാത്രം ഊരിയിട്ടില്ല, കുടുക്ക്, ബാക്കിയുള്ളതൊക്കെ ഊരിയേക്കുന്നു. ഇതങ്ങനെ അഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി ഇത് ഇവിടെ ഇരുത്തിയാൽ ശരിയാവില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെ ചിന്ത അപ്പോൾ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞങ്ങളെ പള്ളിയിൽ അന്ന് കൊച്ചച്ഛൻ ഡേവിസ് ചക്കാലക്കലായിരുന്നു. അച്ഛനോട് ചെന്ന് ചോദിച്ചു, അങ്ങനെ ഒരാളിനെ കിട്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അച്ഛൻ ഒരു നമ്പർ തന്നു. അത് ചെന്നായിപ്പാറയിലെ നമ്പറാണ്. ആ നമ്പറിൽ വിളിച്ചപ്പോൾ അവിടുത്തെ അച്ഛൻ എടുത്തു. അച്ഛൻ പറഞ്ഞു, റോഡ് സൈഡിൽ ആരും ഇല്ലാത്തവരെ ഇവിടെ എടുക്കണത്, അല്ലാണ്ട് വീട്ടിൽ നിന്നുള്ള ആരും ഇവിടെ എടുക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, റോട്ടിലുള്ള ആളാണ്, റോട്ടിൽ തെരുവിൽ ആരും ഇല്ലാത്തൊരു മനുഷ്യൻ മിണ്ടണമൊന്നുമില്ല, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എന്നാൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണ്ടേ, ഒരു ബസ്സിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഇനി ഒരു കാർ തന്നെ വിളിക്കണം. അപ്പം ഇനി എന്താ ചെയ്യുക? അങ്ങനെ പലരുടെയായിട്ട് അന്ന് ഇങ്ങനെ യാചന തുടങ്ങിയതാണ്. പലരുടെ അടുത്ത് യാചിച്ച് അങ്ങനെ ഒരു കാറിനുള്ള പൈസ കിട്ടി അയാളവിടെ കൊണ്ടാക്കി. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സംഭവം. അശരണരും നിരാലംബരുമായിട്ടുള്ള നിരവധി ആളുകൾക്ക് ജീവിതം തിരിച്ചു നൽകിയ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ശ്രീമാൻ ജേക്കബ്. തെരുവിലേക്ക് എത്തപ്പെടുന്ന നിരവധി ആളുകൾക്ക് മനോവിഭ്രാന്തിയിലും മറ്റും പെട്ട് വീട്ടുകാരിലും നാട്ടുകാരും എല്ലാം ഒഴിവാക്കി എത്തപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് അഭയകേന്ദ്രങ്ങളിൽ എത്തിക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമം എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഒരിക്കലും ആർക്കും മറക്കാനാവില്ല. അദ്ദേഹത്തെ യേശു എന്ന അപരനാമത്തിലാണ് അറിയുക. തീർച്ചയായിട്ടും യേശുദേവൻ തൻ്റെ അനുയായികൾക്ക് നൽകിയിട്ടുള്ള ഉപദേശം മനസ്സുകൊണ്ട് സ്വീകരിച്ച് അത് പ്രവൃത്തിപഥത്തിലെത്തിച്ച ഒരു ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണ് ജേക്കബ്. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി നമ്മൾക്ക് ഇതേമാതിരി ഓരോരുത്തരും വിളിച്ചു പറയലേക്ക് ആയിട്ട് അങ്ങനെ ആദ്യം നമ്മൾ ഇങ്ങനെ ഇത് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി എടുത്ത് ആരെയും സംഭവമൊന്നും ഇല്ലാണ്ട് അയാളെ എടുക്കുക, കുളിപ്പിക്കുക, കൊണ്ടുപോവുക. പിന്നെ തോന്നി ഇത് വലിയ പ്രശ്നങ്ങൾ. അവിടുത്തെ ഇതേമാതിരി മുനിസിപ്പാലിറ്റിയുടെ ആംബുലൻസ് വിളിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് തല കൊയ്യാനുള്ള പരിപാടി. അതായത് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ തല കൊയ്യും. അതെ, ഭീഷണിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തിനാ ഇത് നിർത്തണം അതന്നെ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെ തല കൊയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടാണല്ലോ തല കൊയ്യണേ, അതെനിക്ക് സന്തോഷമുള്ളതെന്ന് പറഞ്ഞു ഞാൻ. എന്നാൽ നിങ്ങളിപ്പോൾ പൊക്കോളൂ, പിന്നെ കണ്ടോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പാട്ടിൽ പോയി. ഞാനതൊന്നും ഗവനിച്ചില്ല. അങ്ങനെ ഈ പ്രവൃത്തി നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു. അതിന് പല വിഷമങ്ങളും അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗുരുവായൂർ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് നമ്മൾ മലമൂത്രത്തിൽ കിടന്നിരുന്ന ഒരാളിനെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എടുത്ത് അടുത്ത് നമ്മുടെ വണ്ടിയിൽ കയറ്റി അമ്പലത്തിൽ വരുന്ന ആൾക്കാരനെ ശല്യം ചെയ്യുന്ന കുറേ ആൾക്കാരനെ ഇതിൽ പിടിച്ച് കയറ്റി. അങ്ങനെ പിന്നീട് അത് ഏതോ സാമൂഹ്യ വിരുദ്ധർ മതം മാറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ടെങ്കിലാവായി. അതായത് ജേക്കബ് ഏട്ടൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മതം മാറ്റാനായിട്ടുള്ളതിന്റെ ഭാഗമാണെന്നുള്ളത് രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് ചിലർക്ക് മനസ്സിലായത്. നമുക്ക് അങ്ങനെ മതം മാറ്റിയിട്ട് കത്തോലിക്ക സഭ വലുതാക്കണ വണ്ണം വെപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മളെല്ലാ ആൾക്കാരനെ ശരിക്കും പോയാൽ മതി എന്നുള്ള പ്രാർത്ഥന നമുക്കുള്ളൂ. അല്ലാണ്ട് ഈ ജാവാൻ കിടക്കുന്ന ആൾക്കാരനെ നമ്മൾ മതം മാറ്റാൻ നമുക്ക് അങ്ങനത്തെ ഉദ്ദേശമില്ല. നമുക്ക് മനുഷ്യന് സഹായം ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ജാതി മതമൊന്നുമില്ല. നമുക്ക് നമ്മളെ മുന്നിൽ കാണപ്പെടുന്ന ഒരു അവശനായ ഒരു മനുഷ്യനെ നമ്മൾ
എടുക്കണം, അവനെ കുളിപ്പിക്കണം, അവന് വേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും. മനുഷ്യൻ്റെ അവകാശമാണ് അത്. അത് നമ്മൾ ഇത് അവരുടെ ഒരു ഔദാര്യം എന്നല്ല, നമ്മൾ ചെയ്യേണ്ട കടമയാണത്. നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ മുഖം കണ്ട് ഈ ചെറിയവരിൽ ഒരുവിന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. കർത്താവിൻ്റെ തിരുവചനം അതാണ്. അപ്പോൾ നമുക്ക് ആ തിരുവചനമൊക്കെ നമ്മളെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുക. അതായത് ഇങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുഖത്ത് നമ്മുടെ ദൈവത്തിന്റെ തന്നെ മുഖം കാണുകയാണ്. അതാണ് ആ മുഖം കണ്ടിട്ട് ആ കാണാതെ പോലെ തിരിച്ചു നടക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ സംഭവം. എനിക്കിതേമാതിരി വേറൊരു സംഭവം ഉണ്ടായി. ഒരു 10 മാനസിക രോഗികൾ എടുത്തതാ, കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട്. അതിന് നമ്മൾ അവരൊരു സ്ഥലത്ത് കൊണ്ടുചെന്നാക്കി. അവിടെ കൊണ്ടുചെന്നാക്കിയപ്പോൾ കുന്നംകുളത്ത് അടിപ്പൂട്ടിക്കുന്നത്തുള്ള ഒരു സഹോദരൻ ആ കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് ചാടിപ്പോയി. അപ്പോൾ ഇവരെ അപ്പനും പെങ്ങളും അന്വേഷിച്ച് നടന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്, അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അയാളില്ല. അവിടുന്ന് അവർ എങ്ങനെ നടന്നു പോയി അവിടുന്ന്, എങ്ങനെ അവിടുന്ന് ആളും പറഞ്ഞു. പിന്നെ അവർ കണ്ടത് ഒരു ശവമാണ് അവിടെ കണ്ടത്. അപ്പോൾ കുന്നംകുളത്തുള്ളവർ ചിലർ പറഞ്ഞു കിഡ്നി എടുക്കാനെ കൊണ്ടുപോയിട്ടുണ്ടാവുന്നു. ഈ കൊണ്ടുപോയ അത് വേറെ സംഭവം. ആ കിഡ്നി എടുക്കാനെ കൊണ്ടുപോയി. അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു ഇയാളെ കിഡ്നി എടുത്തിട്ട് കൊന്നിട്ട് ഇവിടെ കൊടുത്തു കെട്ടിയിട്ടില്ല എന്നാണ് ഈ പോയവർ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ വേറെ പുലിവാലായി അത്. എന്നിട്ട് അവർ കുന്നംകുളം സർക്കിളിന് പെറ്റീഷൻ കൊടുത്തു, നിങ്ങളെ സഹോദരൻ ഇങ്ങനെ ഒരാൾ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സർക്കിളിന് വിളിച്ചു. അപ്പോൾ ഞാൻ ചെന്നു, എന്താ ഇങ്ങനെ ഒരു സംഭവം, ഒരു പെറ്റീഷൻ വന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്, അവിടെ നിന്ന് ചാടിപ്പോയെന്നാണ് പറഞ്ഞേട്ടെ, അവൻ്റെ ശവയെങ്കിലും നമുക്ക് കിട്ടണം. സംഗതി അത് കോടതിയിലേക്ക് കയറാൻ നിൽക്കുക. നേരത്തെ കണ്ട ശവം ആളുടെ അല്ല. അല്ലല്ല, അതല്ല, അയാൾ അവിടെ നിന്ന് മുങ്ങിയല്ലോ, അയാൾ മുങ്ങിയതാണല്ലോ. അപ്പോൾ അത് മരിച്ചു കിടക്കണ ആരെങ്ങനെ അസുഖമായിട്ട് മരിച്ചാണ്, അല്ലാണ്ട് വേറെ കിട്ടിയെടുത്തൊന്നല്ല. അങ്ങനെ അവൻ്റെ ശവയെങ്കിലും നമുക്ക് കിട്ടണം. കാരണം വെച്ചാൽ ഇത് പുലിവാല അവനെ പോകണമെന്നാണ്. അപ്പോൾ അങ്ങനെ അന്ന് നമുക്ക് ഏക ഒരു ആശ്രയം ദൂരദർശൻ മാത്രമേ ഉള്ളൂ, പിന്നെ പത്രങ്ങളും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പത്രങ്ങളിലും ഇങ്ങനെ ദൂരദർശനം കൊടുത്തു, പിന്നെ ഒരാളെ കാണണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടെ നോക്കുമ്പോൾ അന്വേഷിച്ചപ്പോൾ ഇതാ ഇയാൾ ഇപ്പോൾ ട്രെയിൻ കയറി പോയുള്ളതെന്നാണ്. പിന്നെ അവിടേക്ക് പോകുമ്പോൾ അങ്ങനെ വേറൊരാൾ പാലക്കാട് ഉണ്ടെന്ന്. ആ പാലക്കാട്ടേക്ക് വിട്ടു. പാലക്കാട് ട്രെയിൻ ഇറങ്ങി അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വടക്കാഞ്ചേരിക്ക് വരിക, വടക്കാഞ്ചേരി അങ്ങനെ ട്രെയിനിൽ അങ്ങനെ ഓടി കളിക്കുകയാണ്. ആ പാലക്കാട് ചെന്നപ്പോൾ ഈ ചരക്ക് കൊണ്ടിരുന്ന ലാറിക്കാരൻ്റെ നമ്മളെ കുന്നംകുളം ചാവക്കാട്ടേക്കൊക്കെ അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആളെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെ കാണണ്ടായിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു ആശ്രമത്തിൽ കൊണ്ടുപോയി മാനസിക രോഗിയാണ്. അപ്പോൾ അയാളിനെ നമുക്കൊന്ന് നിങ്ങളെ കണ്ണിൽ കണ്ടാലും ഒന്ന് എന്നെ അറിയിക്കുക, അല്ലെങ്കിൽ കുന്നംകുളം സ്റ്റേഷനിലേക്ക് എത്തിച്ചാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ ഇങ്ങനൊരു അപേക്ഷ വെച്ചു. കുർബാനയിൽ കാണാതായ ആടിനെ തേടിപ്പിടിച്ച കർത്താവായ ഈശോയെ ഇയാളൊന്ന് കാണിച്ചു തരണേ, അല്ലെങ്കിൽ ഇത് പുലിവാല അവനെ പോകണം നല്ല നന്മ ചെയ്തിട്ട്. അങ്ങനെ ഇങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കലും അന്വേഷിക്കലും പ്രാർത്ഥനയൊക്കെ നടന്നു. അങ്ങനെ കേസ് കോടതിയിലേക്ക് നാളെ കയറാൻ നിൽക്കുകയാണെങ്കിൽ ഈ തലേ ദിവസം അതിന് കിട്ടി. അപ്പോൾ തക്ക സമയത്ത് ദൈവം നമുക്ക് അയാളെ കാണിച്ചു വന്നു. അയാൾ എവിടെ നിന്ന് കിട്ടിയത്? അയാളെ പാലക്കാട് നിന്ന് ഈ ചരക്ക് കൊണ്ടുതന്നെ ഡ്രൈവർമാർ കുന്നോളം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാക്കി. അങ്ങനെ അവരെ അപ്പനും പെങ്ങളും 2 പെങ്ങളുള്ള അങ്ങനെ അമ്മല്ല, അങ്ങനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അത് വലിയ ഇഷ്യൂ ആയതാ. അതും ഇതേമാതിരി വലിയ പ്രശ്നമായതാ. ഗുരുവായൂർ പ്രശ്നം വീട്ടിലേക്ക് മാർച്ച് വെച്ചതാ. അതായത് ഗുരുവായൂരിന്ന് നേരത്തെ പറഞ്ഞ ഈ ആളുകളെ എടുത്തു കൊണ്ടുപോയി അത് മുഴുവിപ്പിച്ചില്ല നമ്മള്. ഗുരുവായൂർ നമ്മൾ ആൾക്കാർ എടുത്തു കൊണ്ടുപോയില്ല, വണ്ടിയിൽ കയറ്റി പാവർട്ടി സെന്റ് ജോസഫിന്റെ ആംബുലൻസിൽ കയറ്റി. അങ്ങനെ അപ്പോഴേക്ക് ഇവരും തടഞ്ഞു. അപ്പോൾ സർക്കിൾ പറഞ്ഞു എന്നാ നിങ്ങൾ അവിടെ ഉപേക്ഷിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അതിൽ ഒരു വയസ്സായ തന്തി ഒരു തള്ളിയും പറഞ്ഞു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ഞങ്ങൾ കൊണ്ടുചെന്നാക്കണം, ഞങ്ങൾ ഇനി ഗുരുവായൂർ. അതായത് ഈ ആളുകളെ ഇങ്ങനെയുള്ള വയ്യാതുള്ള ആളുകളെ ഗുരുവായൂർ ആരെങ്കിലും ഇപ്പൊ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ നട തള്ളുക എന്നുള്ള ഒരു വാക്കാണ്. അങ്ങനെ എത്തിപ്പെടുന്ന ആൾക്കാരാണോ? ഉപേക്ഷിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. പിന്നെ ചിലര് ഇവിടെ കിടന്ന് മരിക്കാന്നുള്ളൊരു അങ്ങനെ തന്നെ വീട് വിട്ട് വരുന്നവരും ഉണ്ട്. വീട് വിട്ടിട്ടേ
വരുന്നവരുണ്ട്. ഇങ്ങനെ അതായത് ഗുരുവായൂരപ്പന്റെ സന്നിധി മരിക്കാന്നുള്ള അങ്ങനെ വരുന്നവരും ഉണ്ട്. പിന്നെ ചിലർ വീട്ടിൽ നിന്ന് തല്ലൂടി പോകുന്നവരും ഉണ്ട്. പല വിഭാഗം ഉണ്ട്, പലതരത്തിലും ആളുകൾ എത്തിപ്പെടുന്നുണ്ട്. ചിലര് മറവി രോഗമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു, പിന്നെ എവിടെ എത്തി ഓർമ്മയില്ല, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരും വീട്ടിലെത്തിച്ചിട്ടുണ്ട്, പലവരും അങ്ങനെ എത്തിച്ചിട്ടുണ്ട്. ഗുരുവായൂരത്തെ കേസിൽ അപ്പൊ ഗുരുവായൂരത്തെ കേസില് നമ്മള് അപ്പൊ സർക്കിൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോയിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു തന്തി ഒരു വയസ്സായ ഹൃദയം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ആശ്രമത്തിൽ ആക്കാമെന്ന് പറഞ്ഞു. അവരെ നമ്മൾ സാമൂഹ്യ വകുപ്പിൻ്റെ ആശ്രമം തൃശ്ശൂർ കൊണ്ടുവന്നാക്കി. പിന്നെ ഈ വയ്യാത്ത ആളിനെ നമ്മൾ ദേവസ്വം ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ ഇയാൾ പിറ്റേ ദിവസം മരിക്കുക. പിന്നെ ഒരു ചെവിട് കേൾക്കാത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, അത് ഗുരുവായൂർ ട്രെയിൻ മുട്ടി മരിച്ചു. അപ്പോൾ രണ്ടും മരണത്തിന് ഇടയാക്കിയ സംഭവം വീണ്ടും കത്തിച്ചോണ്ട് അങ്ങനെ വീട്ടിലേക്ക് മാർച്ച്. അതാണ് അവർ പറയണത്. നമ്മളെ സത്യത്തിൽ രക്ഷപ്പെടുത്താൻ നോക്കി. പിന്നെ അവര് ഗുരുവായൂര് പൂ പൊട്ടിക്കാൻ പോയത്, അമ്പലത്തേക്ക് പൂ പൊട്ടിക്കാൻ പോയതാണ് അമ്മച്ചി. പക്ഷെ ചെവിട് കേൾക്കാത്ത ട്രെയിൻ ഓണടിക്കുന്നതൊന്നും കേൾക്കണില്ല. ആ മറ്റത്തിൽ അവിടെ പാത്തോണ്ടുള്ളതാണ് അങ്ങനെ മരിച്ചത്. ഇയാളാണ് ഹാർട്ടിന്റെ രോഗം, ഷുഗർ, കിഡ്നി സംബന്ധമായ എല്ലാ രോഗവും ഉണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യ ആൾക്ക്. അത് പിന്നീട് അറിഞ്ഞത് പാലക്കാട് ഒരു വക്കീലിന്റെ അച്ഛനെന്ന് പറഞ്ഞത്. അയാളൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നില്ല. അങ്ങനെ അയാള് ബോഡിയൊക്കെ അയാൾ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ രണ്ട് സംഭവമാക്കി. അങ്ങനെ അത് ഒരു ആളി കത്തിച്ചു വരും. അപ്പം നമ്മൾക്ക് വീട്ടിൽ മാർച്ച് വീട്ടിലേക്ക് എത്തിയില്ല. അപ്പോഴേക്കും അത് ഞാനൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 3 ഇടിവണ്ടി കൊടുന്ന് അത് തടുത്തു അവിടെ. അപ്പോൾ കാലത്തൊക്കെ ഇതേമാതിരി നല്ല ക്ലൈമറ്റായിരുന്നു. ഇവർ 3 മണിക്കാണ് ഈ മാർച്ച് തുടങ്ങിയത്. അമ്മയൂര് അമ്പലത്തിൻ്റെ അവിടെ നിന്നുണ്ട്. അത് ഇവിടെ എത്തുമ്പോഴേക്കും വളരെ കാറ്റും മഴയായിട്ട് ആഘോഷിച്ചത്. വളരെ കാറ്റും മഴ, നല്ല ക്ലൈമറ്റായിരുന്നതാ ആ സമയത്ത്. ഈ മാർച്ച് തുടങ്ങിയ ആ സമയം തൊട്ടിട്ട് വളരെ നല്ല കാറ്റും മഴയായിട്ട് അങ്ങനെ മഴയത്ത് നിന്നിട്ടാണ് അവർ പ്രസംഗിച്ചിരുന്നത്. കത്തോലിക്ക സഭയ്ക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞു. നമുക്ക് അതായത് മതം മാറ്റുക എന്നുള്ള ഒരു അങ്ങനെയുള്ള കണ്ടീഷൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടാണ്. പക്ഷെ അതില് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രവർത്തനമൊക്കെ നിർത്തണം. ഇപ്പൊ ഏകദേശം എത്ര പേരെ ഗുരുവായൂർ ഇത്തരം ആളുകളെ കൊണ്ടുപോയി? നമ്മളിപ്പോ ഒരു 30 കൊല്ലമായി തുടങ്ങിയിട്ട്. 95, 94, 95 കാലഘട്ടം തുടങ്ങിയതാണ്. ഒരു 1000ന്റെ അടുത്ത ആൾക്കാരെ കൊണ്ടുപോയിണ്ടാവും. കുറെ ആൾക്കാരെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്, കുറെ ആശ്രമത്തിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഇതിൽ എത്ര പേരും മതം മാറ്റാൻ പറ്റി? മതം മാറ്റം നമ്മളെ വിഷയമല്ല അത്. മതം മാറുന്നവരും മാറിക്കോട്ടെ, എനിക്ക് വിഷയം അതല്ല. എനിക്ക് ഒരാളിനെ ആവശ്യമായി കണ്ട അവനെ ഞാൻ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ തത്വം. എൻ്റെ കർത്താവിൻ്റെ തത്വം അത് തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ മതം മാറ്റാൻ നമ്മൾ ആരുമല്ല. നമുക്ക് അതിന് ആവശ്യമില്ല. അത് സ്വന്തം മനസ്സിൽ തോന്നണം അവർക്ക് ഇങ്ങനെ മതം മാറണം എന്നൊക്കെ. അല്ലാണ്ട് നമുക്ക് മതം മാറ്റുന്ന വിഷയമില്ല. മനസ്സിലായ? എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇങ്ങനെയാണ് പറയുന്നത്, ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അപ്പം മതം മാറിയാലും അവൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതുതന്നെയായി അവൻ്റെ വലുപ്പത്തിലും അങ്ങനെ തന്നെ കാണിക്കുക. എനിക്ക് മതം മാറണില്ല, അവൻ നല്ലൊരു ഈശ്വര വിശ്വാസിയായിട്ട് വരണം. മതം മാറണില്ല, ഈശ്വര വിശ്വാസിയായിട്ട് വരണം എന്നുള്ള ചിന്ത എനിക്കുണ്ട്. മാത്രമല്ല, ഇങ്ങനെ രക്ഷപ്പെടുത്തിയ ആൾക്കാർ വളരെ മാന്യതയോട് കൂടിയിട്ട് ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഒരു നല്ലൊരു മരണത്തിന് വേണ്ടിയിട്ട് ഇനി വേറെ സംഭവം പറയാം. ഈ കുറച്ച് മുന്നേ ഇതിലൊരു നല്ലൊരു കീറമുണ്ട് എടുത്തിട്ട് നമ്മളെ കുട്ടികളുടെ പാർക്കിൻ്റെ അവിടെ ഒരു മനുഷ്യനായിരുന്നു, ബാലൻ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവനെ ഞാൻ എടുത്തു കുറച്ച് തെക്ക് ഭാഗത്ത് ഒരു ആശ്രമത്തിൽ, അച്ഛന്മാർ നോക്കുന്ന ഒരു ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ മാനസികാവസ്ഥയൊക്കെ വിട്ടു. ഞാൻ കുറച്ച് കാലം മുന്നേ, ഒരു 2-4 കൊല്ലം മുന്നേ കുന്നംകുളത്ത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഈ ബാലനും ഒരു പെണ്ണും ഉണ്ട് എൻ്റെ കൂടെ. അപ്പം ഞാൻ ബാലനോട് ചോദിച്ചു, നിൻ്റെ അസുഖങ്ങളൊക്കെ മാറി? എൻ്റെ അസുഖമൊക്കെ മാറി. എന്നോട് ആരെ കൊണ്ടു? എന്നെ അവിടുത്തെ അച്ഛന്മാരോട് കൊണ്ടുവന്നാക്കി. ഇതാരണ്ട നിൻ്റെ ഭാര്യയാണ്. മനസ്സിലായ? അപ്പോൾ അവൻ്റെ മാനസികമൊക്കെ മാറി. അവനെ കല്യാണം കഴിപ്പിച്ചു അവൻ്റെ മാമന്മാർ. അച്ഛനും അമ്മയൊന്നുമില്ല. അങ്ങനെ മാമൻ കല്യാണം കഴിപ്പിച്ചെന്നാന്ന് പറഞ്ഞു. മനസ്സിലായ? അതൊരു വലിയ സന്തോഷമല്ലേ?
അവൻ്റെ ജീവിതം തന്നെ അട്ടിമറിഞ്ഞു. ചില ആ മാനസികാവസ്ഥ മാറി അവൻ ജോലിക്ക് പോവുകയാണെങ്കിൽ ഈ കൂലിപ്പണിക്കാണ് എന്തായാലും പണിയെടുത്ത് തിന്നാന്നായി. എൻ്റെ അവസ്ഥ മാറി. ഒരിക്കൽ ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വരികയാണ്. അവിടെ അല്പം മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നമുക്ക് എന്താണ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഗുരുവായൂർ താമസിക്കുന്ന ഒരു ജേക്കബ് ചേട്ടനുണ്ട്, ആ ചേട്ടൻ്റെ നമ്പർ തരാം, നിങ്ങൾ ആളെ കോൺടാക്റ്റ് ചെയ്യാം. അവർ ഉടനെ തന്നെ ജേക്കബ് ചേട്ടനെ വിളിച്ചു. അപ്പോൾ ജേക്കബ് ചേട്ടൻ പറഞ്ഞു അതിന് കുഴപ്പമില്ലല്ലോ, ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞു. ജേക്കബ് ചേട്ടൻ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോഴേ ഈ വ്യക്തി അല്പം മാനസിക പ്രോബ്ലമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കില്ല. വരുന്നവരൊക്കെ ആട്ടിപ്പുറത്ത് പറഞ്ഞേക്കും. ഇനി ആളുടെ അരികിലേക്ക് ചെല്ലുവാനായിട്ട് ഭയങ്കര പേടിയാണ് ഇവിടെയുള്ളവർക്കൊക്കെ. അപ്പോൾ ജേക്കബ് ചേട്ടൻ സാധാരണ ആളുടെ ഒരു ശൈലിയിൽ അവിടെ എത്തി വഴിക്ക് ഈ പുള്ളിയോട് പറഞ്ഞു എന്താ സഹോദര എന്നൊക്കെ പറഞ്ഞ് ആളുടെ ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് അയാൾ ചെന്നു, അയാളുടെ അടുത്ത് ചെന്ന് ഇരുന്നു. നമുക്കറിയാലോ അവരുടെ അടുത്തൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റുകയില്ല. നമ്മളൊക്കെ പറയും അവിടെ പോവും ഇവിടെ പോവും അത് ചെയ്യാന്ന്. നമ്മൾ ഓരോ വ്യക്തികളുടെ അരികിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ചിലപ്പോൾ ഈ വ്യക്തി കുറേ നാളുകൾ കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഈ പുള്ളി ഇങ്ങനെ കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളാവും. ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ ഇങ്ങനെ എല്ലാം ഉണ്ടാകും. പക്ഷെ അവിടെ ചെന്നിരുന്ന് അവനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് അവനെ കുളിപ്പിച്ചു. എന്നിട്ട് ഒരു ഷർട്ടും മുണ്ടൊക്കെ ആൾ കരുതിയിട്ടുണ്ടാവും, അതൊക്കെ കൊണ്ടുവന്നു അവനെ ഉടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ആളെ കൊണ്ടാക്കാണ്. ഇനി അങ്ങനെ കൊണ്ടുപോക്കുമ്പോഴൊക്കെ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും ജേക്കബ് ചേട്ടന് അറിയാം. എന്നിട്ട് അവിടെ ആ സ്ഥാപനത്തിൽ കൊണ്ട് ആളെ ആക്കി ആൾ തിരിച്ചു വന്നു. തിരിച്ചു മാത്രമല്ല, കുറേ നാൾ കഴിയുമ്പോൾ ജേക്കബ് ചേട്ടൻ വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ട് നമ്മുടെ കക്ഷി. ജേക്കബ് ചേട്ടന് ഇദ്ദേഹത്തിൻ്റെ പേരറിയില്ല, ഏത് നാട്ടുകാരനാണെന്നറിയില്ല, ചിലപ്പോൾ ഭാഷ അറിയില്ല. ഇതിന് ഭാഷയൊന്നും പ്രശ്നമല്ല. പിന്നെ വേറെ ഈ 10 ഭ്രാന്തന്മാരിൽ ഒരു മാനസിക രോഗി ഇതേമാതിരി ഗുരുവായൂർ ഈ പോലീസുകാരൊക്കെ തുരുക്കിട്ട തൊപ്പി വെച്ചിട്ട് വടിയൊക്കെ ആയിട്ട് നടു റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ ട്രാഫിക്ക് നിയന്ത്രിച്ച ഒരു മാനസിക രോഗിയാണ്. അപ്പോൾ അവൻ ഇതേമാതിരി പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. അവർ കുറേ ആക്രമിക്കുകയും ചെയ്തു കേട്ടോ. ലേശം വയലൻ്റുള്ള മനുഷ്യനാണ്. അവനും ഇതേമാതിരി മാറിയപ്പോൾ ഒരു ദിവസം ഞാൻ നമ്മളെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ആ വളവിൽ ഇയാൾ 2 പാട്ടി പിടിച്ച് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്നെ അറിയുമോയെന്ന് ചോദിച്ചു. എന്നെ കൊണ്ടുപോയി ആളെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓർമ്മയുണ്ട്. അയാളിപ്പോൾ എന്താ ചെയ്യണേ, കടകളിലേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുക, അടുത്ത സ്ഥലത്ത് നിന്ന് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം, ഒരു ആത്മസന്തോഷം, അതൊക്കെ സന്തോഷം. രണ്ട് മതം മാറ്റിലൊന്നും എനിക്ക് സന്തോഷമൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ രൂപാന്തരപ്പെടുമ്പോഴേ നല്ല മനുഷ്യനായിട്ട് കാണുമ്പോഴൊക്കെ അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. അത് യാതൊരു സംശയമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇത് എൻ്റെ കഴിവായിട്ട് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. എനിക്കൊരു കഴിവുമില്ല. ഞാൻ എത്ര ഒരു കൂടുതൽ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാ അല്ലെങ്കിൽ കൂടുതൽ യുക്തിവാദി അങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ തമ്പുരാൻ എൻ്റെ കൂടെ ഉള്ള കാരണം എനിക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കാലത്ത് 4 മണിക്ക് എനിക്ക് പ്രാർത്ഥന 1 മണിക്കൂർ, അത് കഴിഞ്ഞ് ദീപബലിക്ക് പോവുക, ദീപബലി കഴിഞ്ഞ് വീട്ടിൽ വരിക, എന്തെങ്കിലും ഭക്ഷിക്കുക, എന്തെങ്കിലും പണിക്ക് പോവുക. എൻ്റെ പണി തയ്യൽ മെഷീൻ നന്നാക്കുന്ന പണിയാണ്. ആദ്യം എനിക്ക് ബിൽഡിങ് പണിയൊക്കെ അറിയായിരുന്നു, പക്ഷേ പോയിരുന്നു ഞാൻ. പിന്നീട് കയ്യിനും കാലിലൊക്കെ വേദനയും കാര്യങ്ങളും പോകാൻ പറ്റില്ല. ഇപ്പം മെഷീൻ പണി ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ള, ഈ കൽപ്പണിക്ക് പോകണമെങ്കിൽ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. വേറൊരു ആശാൻ്റെ കൂടെ പോയി പഠിച്ചുള്ള. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇരുന്നിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഈ തയ്യൽ മെഷീൻ വന്നാൽ കിടുന്ന അതാരെങ്കിലും വിളിക്കും, അപ്പോൾ നന്നാക്കി കൊടുക്കും. വീട്ടിൽ വരും മെഷീൻ, അപ്പോൾ അങ്ങനെ നന്നാക്കി കൊടുക്കും. ഭാര്യ ടൈലർ ടീച്ചറാണ്. അവൾ വീടിൻ്റെ മുകളിൽ ഒരു ഹാള് പണിതിട്ട് മെഷീൻ ഇട്ടിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിന് വരുമാന മാർഗ്ഗമാണ്. പിന്നെയുള്ള മാർഗ്ഗമൊക്കെ പിന്നെ തല്ലുള്ള മാർഗ്ഗങ്ങളാണ്. അടിയും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എത്തുന്ന ആൾക്കാർക്ക് ധാരാളമായിട്ട് പൈസ കിട്ടുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകളും അതിൻ്റെയൊക്കെ കഥകളും നമ്മുടെ ചുറ്റിലും പല ആളുകളും കാണാം. ഇപ്പോൾ ജേക്കബേന്റെ ജീവിതം വസ്ത്രത്തിലും ഒരു ലാളിത്യമുണ്ട്, എന്താ പറയാ, വീടിനാണെങ്കിലും എല്ലാം ഒരു സാധാരണ പോലെ തന്നെയാണ്. ഇതിന് ആരെങ്കിലും സാമ്പത്തികമായിട്ട് ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ അതിനെ കുറിച്ച് പറയാം. ഇവിടെ ആകെ എനിക്കുള്ളത് 3.25 സെന്റ് സ്ഥലമാണ്. അത് പൂർവികരായിട്ട് പൂർവികരായിട്ട് കിട്ടിയുള്ള സ്വത്താണ് ഈ 3.25. ബാക്കിയുള്ള പങ്കുവെച്ച് ഓരോരുത്തർ എടുത്തതൊക്കെ വിറ്റ് കളഞ്ഞു.
അപ്പോൾ ഇവിടെ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാരായ ഒരു വീടായിരുന്നു, എനിക്ക് ഓടിട്ട വീടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അന്നത്തെ വികാരി അച്ഛൻ ലൂവീസ് അടക്കൽത്തൂരച്ഛനാണ് അന്ന് വികാരി. അപ്പോൾ അച്ഛൻ ദിവസം ഇങ്ങനെ കുടുംബ സമ്മേളനത്തിന് വെഞ്ചരിപ്പിന് വന്നപ്പോൾ പറഞ്ഞു, നീ എങ്ങനെയാണ്ടാ കിടക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിലും കഷ്ടപ്പാടിലാണ് നമ്മൾ ഈശോമിശി വന്ന് പറഞ്ഞത്, കാലി തൊഴുത്തിലാണല്ലോ, അതിലും ഭേദമുണ്ടല്ലോ അച്ഛൻ. അത് ശരിയാ, ഓട് വീഴുമ്പോൾ തലയ്ക്ക് വീഴുമ്പോൾ നന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ പോയിട്ടാ. അങ്ങനെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 3 സെൻറ്റുള്ള ആൾക്കാർ വീട് വെച്ച് കൊടുക്കാനായിട്ട് സഹായം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീടിൻ്റെ പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞപ്പോൾ ഒരു സെപ്റ്റിക് ടാങ്ക് പണി കഴിഞ്ഞിട്ട് അപേക്ഷ വെച്ചപ്പോൾ അതൊക്കെ തള്ളിപ്പോയി പള്ളിയിൽ നിന്ന്. ഇതിങ്ങനെ പറഞ്ഞ് അങ്ങനെ അച്ഛൻ കുർബാനയിൽ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാനത് വെക്കാൻ പോയില്ല, നമ്മളെ ഈ അപേക്ഷ വെച്ച് തള്ളിപ്പോയതല്ലേ, നമുക്ക് അത് കാര്യമില്ല, നമ്മളാരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ അച്ഛൻ ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ ഓൾട്ടർ ബോയ്സിനോട് പറഞ്ഞേ, ജേക്കബിനോട് അവിടെ നിൽക്കാൻ പറയും, ഞാൻ ഒഫീസ് കഴിഞ്ഞിട്ടുണ്ട് വരാം. അപ്പോൾ ഞാനവിടെ ഒഫീസ് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു, ലൂയിസ് അച്ഛൻ വന്നു. നീ എന്താണ്ട് അപേക്ഷ വെക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സംഭവത്തിന് ഒരു സെപ്റ്റിക് ടാങ്കിന് പണിയാൻ വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിട്ട് തള്ളിപ്പോയി അച്ഛാ, പിന്നെ ഞാൻ വെച്ചില്ല, പിന്നെ നമ്മളത് അപേക്ഷ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ നീ ഒരു അപേക്ഷ ചെയ്തിട്ട് വേഗം കൊണ്ടാ. അങ്ങനെ അച്ഛൻ പറഞ്ഞെന്ന് ഞാൻ എഴുതി, അച്ഛൻ അപേക്ഷ വെച്ചു. അത് നമ്മളെ ഈ ക്ലാരസ്റ്റിൻ്റെ 100ാമത്തെ വർഷത്തിലാണ് അവരാണ് പൈസ തരുന്നത്, സന്യാസിനി സമൂഹം. അതെ. അപ്പം അപ്പോൾ അങ്ങനെ അച്ഛൻ അപേക്ഷ കൊണ്ട് അവിടെ കൊടുത്തു, അച്ഛൻ അത് പാസ്സാക്കി. അപ്പോൾ അവിടുന്ന് ഒരു LF ഗവൺമെൻറ്റിൽ നിന്ന് ഒരു 1.25 ലക്ഷം റുപ്യ അവിടുന്ന് കിട്ടി. അപ്പോൾ അത് മുഴുവനും നമുക്ക് ആവില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ പറഞ്ഞ്, ഇങ്ങനെ എനിക്ക് പരിചയമുള്ള ആൾക്കാർ, ഗൾഫിലുള്ള ആൾക്കാർ നമ്പർ തരാം, അപ്പോൾ അച്ഛൻ്റെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ അതായിട്ട് പോസ്റ്റ് ചെയ്താൽ അവർ എന്തെങ്കിലും സഹായിക്കുന്നുണ്ട്. അങ്ങനെ പലരും ചിലരൊക്കെ ആയിട്ട് ഈ വീടുണ്ടായത്. അല്ലാണ്ട് എനിക്ക് ചെറിയ ശമ്പളം കൊണ്ടൊന്നും എനിക്ക് ഈ വീടുണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം പലരുടെയും ചിലരുടെയും സഹായം കൊണ്ടാണ് ഈ 620 സ്ക്വയർ ഫീറ്റ് വീട് പണിത്. ഞാൻ ജേക്കബിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പലതിലും സാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് കുറേ കാര്യങ്ങളിൽ, അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വാർഡിൽ നടക്കുന്ന അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സാക്ഷിയായിട്ടുള്ള ആരാണ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്താണോ ഈശ്വരൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ആ കാര്യം വളരെ എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന, അതായത് മാതൃകയാവുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ജേക്കബ്. അപ്പോൾ അതിൽ എനിക്കൊരു അനുഭവം ഞാൻ പറയാം. ബസ് സ്റ്റാൻഡ് ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിൽക്കണ എൻ്റെ വാർഡിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു അമ്മ, ആ അമ്മ ഇങ്ങനെ എന്താ പറയുക എന്തോ ഒരു വലിയൊരു അസുഖം അത് വന്നിട്ട് കിടക്കുകയാണ്. ആ അമ്മയ്ക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവരെന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ലേഡി ആവുകൊണ്ട് പുരുഷന്മാർക്ക് അവരെ സമീപിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. കാരണം വലിയൊരു അസുഖമാണ് അവർക്ക്. അപ്പോൾ ആ അസുഖമായിട്ട് അവർ വെറുതെ 4 തുണി കൊണ്ട് മറച്ചിട്ട് ഒരു കടമുറിയുടെ മുന്നിൽ ഭക്ഷണമില്ല, മറ്റേ മലമൂത്ര വിസർജനമൊക്കെ അവിടെ സാധിച്ചു കൊണ്ടൊരവസ്ഥയിൽ വളരെ ദയനീയ, നമുക്ക് പറയാൻ പോലും പറ്റാത്ത ദയനീയ അവസ്ഥയിലായിരുന്നു ആ അമ്മ അവിടെ കിടന്നിരുന്നത്. അപ്പൊ അവിടുത്തെ കടക്കാർ പറഞ്ഞിട്ട് ഞാൻ അവരുടെ മക്കളെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ മക്കളെ അവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അന്ന് ഇദ്ദേഹം ജേക്കബ് ഇങ്ങനെയും അറിഞ്ഞിട്ട് അദ്ദേഹം വന്നു. അപ്പൊ എന്നെ വിളിച്ചു. എനിക്ക് ഈ വിഷയം മുമ്പ് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം എത്തി. അപ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റിയത് അദ്ദേഹം ചെയ്ത ആ പ്രവർത്തനം. കാരണം ഇങ്ങനത്തെ ആൾക്കാരെ വളരെ നമുക്കൊക്കെ, നമ്മൾ സാധാരണക്കാള് പറയാൻ പാടുമോ വാക്കുകൾ ഉപയോഗിക്കാൻ പാടുമോ അറിയില്ല, നമ്മളൊക്കെ അറപ്പോട് കൂടിയാവും ഇങ്ങനത്തെ ആൾക്കാരെ കാണുക. കാരണം മാസങ്ങളായി കുളിക്കാതെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര മണം. അപ്പൊ ഇവരാണെങ്കിൽ മലമൂത്ര വിസർജനത്തിൽ ഇരിക്കുന്ന ഒരമ്മ. അപ്പൊ അവരെ ഒരു അറപ്പും ഒരു മടിയും കൂടാതെ ഏറ്റെടുത്ത് അവരെ കുളിപ്പിച്ച് ഭംഗിയായി തൊട്ടപ്പുറത്ത് മാറ്റി നിർത്തി അദ്ദേഹം സോപ്പും തോർത്തും എല്ലാം കൊടുന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സ് ഇടിയിച്ച് ആംബുലൻസ് വേണമെങ്കിൽ ആംബുലൻസ് വിളിക്കും, പോലീസിന് വേണമെങ്കിൽ പോലീസിനെ ബന്ധപ്പെടും. അത് മാത്രല്ല, നമ്മളത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല, അദ്ദേഹം അവരുടെ ഒപ്പം പോവും. പോയിട്ട് എവിടെയാണോ കൊണ്ടാക്കേണ്ടത് അവിടെ കൊണ്ടാക്കിയിട്ടേ വരും. ഇതേപോലെ ഒരു മാനസിക രോഗി
നമുക്കറിയാം മാനസിക രോഗികൾ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ അക്രമാസക്താവുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. ഒരു മാനസിക രോഗിയെ ഏറ്റെടുക്കണം. ഇതേപോലെ ബസ് സ്റ്റാൻഡിൽ വളരെയധികം ആൾക്കാരെ ഉപദ്രവിച്ചിരുന്ന ഒരാള്. അപ്പോൾ അന്ന് എക്സ് എന്ന് പറഞ്ഞ സംഘടന നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം പറയേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആരും അദ്ദേഹത്തിന്റെ ഈ മാനസിക രോഗികളുടെ അടുത്തേക്ക് പോകാൻ പേടിക്കുന്ന ഒരവസ്ഥയില് അതൊന്നും ഈ ജേക്കബിന് ഒരു പ്രശ്നമല്ല. കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈശ്വരനായിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ഒരാളാണെന്ന്. കാരണം ഈ മാനസിക രോഗിനെ ഇതേപോലെ കുളിപ്പിച്ച് വൃത്തിയാക്കി. പക്ഷെ സാധാരണ ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഈ മാനസിക രോഗി ഈ ജേക്കബിന്റെ അടുത്ത് ഒരു പാവത്തിനെ പോലെ, ഇപ്പൊ നമ്മളൊരു അച്ഛൻ എങ്ങനെയാണോ മക്കളുടെ അടുത്ത്, വയസ്സായ അച്ഛന്മാരെ നമ്മൾ സംരക്ഷിക്കുമല്ലോ മക്കള്, അവരെങ്ങനെയാണോ നിൽക്കണം അതേപോലെ വളരെ അനുസരണമുള്ള ഒരാളായിട്ട് കുളിപ്പിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഈ മാനസിക രോഗികളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അതിന് പോലീസ് വരണം. ഒരുപാട് എന്താ പറയാ പ്രൊസീജിയർ ഉണ്ട്. ഇതിനു മുഴുവൻ അദ്ദേഹം ഒപ്പം നിൽക്കുന്നുള്ളതാണ് രസം. അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു ദിവസത്തെ ആ ചെയ്യുന്ന ദിവസം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി അദ്ദേഹം സമർപ്പിതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് വളരെ മനസ്സ് നിറഞ്ഞ ഒരു എന്താ പറയുക അനുഭവമുള്ള ഒരാളാണ് ജേക്കബ്. ഇങ്ങനത്തെ ആൾക്കാർ ധാരാളം സമൂഹത്തിൽ ഉണ്ടാവട്ടെ. കാരണം യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താ പറയണേ, നമ്മുടെ താഴെയുള്ള ഒരാളെയും കൂടി കൈ പിടിച്ച് രക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറയുന്ന ഈശ്വരന്റെ അതേ വാക്യങ്ങള് ജീവിതത്തിൽ മാതൃകയാക്കണ ഒരാളാണ് ജേക്കബ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പൈസ വേണ്ടി വരും അല്ലെ? ഒരു ദിവസത്തെ പണിയെങ്കിലും ചുരുങ്ങിയത് പോവും. ഇപ്പൊ ഒരാളെ കൊണ്ടാക്കണമെങ്കിൽ ഒരു ദിവസത്തെ പണി പോവും. ഒപ്പം വണ്ടി വിളിക്കുക അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങള് ഒക്കെ ആയിട്ട് ഇതിനൊക്കെയുള്ള പൈസ എങ്ങനെ കണ്ടെത്തണേ? ഇത് സന്മനസ്സുള്ളവര് എന്തെങ്കിലും സഹായിക്കില്ല. അല്ലാണ്ട് നമുക്ക് എന്നെ കൊണ്ട് ഒന്നും പാകില്ല. നല്ല മനുഷ്യര് ഭൂമിയിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവർത്തനം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് എന്റെ കഴിവൊന്നുമല്ല. അതായത് അതിൽ പല ജാതിയിലും മതത്തിലും പെട്ട ആളുകളൊക്കെ ഉണ്ട്. ഒരു വീട്ടിൽ ഇതേമാതിരി ഞാൻ തെറ്റി കയറിയതാണ്. ഞാൻ നമ്മളെ ക്രിസ്ത്യൻ വീടാഴ്ച കയറിയതാ. അത് ചെന്ന് നോക്കുമ്പോൾ ഒരു മുസ്ലിംസിന്റെ വീടാ. അപ്പോൾ അയാൾക്ക് ഞാൻ ഈ നോട്ടീസ് കൊടുത്ത് പറഞ്ഞു ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും ഗൾഫിൽ ഇരുന്നിട്ട് TV കാണാറുണ്ടെന്ന് പറഞ്ഞു. അയാൾക്ക് വലിയ സന്തോഷമായി. അയാൾ ഇപ്പോഴും ആ പൈസ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് സദ്യക്ക് അയാൾ പൈസ തന്നുകൊണ്ടിരിക്കും. അയാൾക്ക് അങ്ങനെ ഒരു ചിന്തകളില്ല, അല്ല വേണ്ടാത്ത ഇല്ല. അപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ഇപ്പോഴും അത് പറയുന്ന ആൾ ഇതേമാതിരി മലമൂത്രത്തിൽ കിടന്ന ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന് മുന്നേ ഒരു ഈർക്കിളിക്ക് തുല്യ ഒരു മനുഷ്യൻ, അയാൾ മലമൂത്ര വിസർജനം നാറിയിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ ഇവിടെ ഒരു മുഴ അത് പൊട്ടി ഒലിക്കുന്നുണ്ട്, ഒരാളെ ഭാഗത്തേക്ക് എടുക്കില്ല. അങ്ങനെ അന്ന് നമ്മളെ കൃഷ്ണദാസിന്റെ പെങ്ങളാന്ന് തോന്നുന്നു അന്നത്തെ ചെയർപേഴ്സൺ ടീച്ചർ. അങ്ങോട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ അതിനെ അവിടുന്ന് മുനിസിപ്പാലിറ്റി ടാങ്കർ വന്നിട്ട് കുളിപ്പിച്ചു, വെള്ളം വന്നിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി. അപ്പം അന്നൊരാൾ പറയുമ്പോൾ ഈ യൂട്യൂബ് അല്ല ഇതിൽ വാട്സപ്പിൽ ഇട്ടൊക്കെ അവർ പണി നിർത്താറായിട്ടില്ലേ. അപ്പം അങ്ങനെ ഇപ്പോഴും അതിനെ പറ്റിയിട്ട് ചിലർക്ക് കൊണ്ട് ഇല്ല നമുക്ക് അങ്ങനെ ചിന്തയില്ല. അതേ മതം മാറ്റാനാ കിഡ്നി എടുക്കാനാ അവനെ തട്ടിക്കുക. പിന്നെ ചിലവരെ ഈ തെണ്ടി പിടിച്ച പൈസ ഒക്കെ ഉണ്ടാവുന്നവരേല് ചിലവ് 10-15 ഉറുപ്പ്യ ഉണ്ടാവും. നമ്മൾ ആരെ നോക്കണം ആശ്രമത്തിൽ ഞാൻ തൊട്ടില്ല. അവനെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ ഇങ്ങനെ ഓരോ ഇതിലൊക്കെ ഇങ്ങനെ പൈസകളുണ്ടാവും. കീശയിൽ 2-3 ഷർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പൈസയൊക്കെ ഉണ്ടാവും. അതൊക്കെ അവരെന്നെ ഉപയോഗിക്കാൻ ഞാൻ എടുക്കാറില്ല. നമുക്ക് അതിൻ്റെ ആ സമ്പാദ്യം വേണ്ട. ഞാൻ പിന്നെ ദരിദ്രനായിട്ട് മാറും. പിന്നെ ഇപ്പം ഒരു ദരിദ്രനാണ്, പക്ഷെ ഞാൻ അതിദരിദ്രനായിട്ട് മാറും. നമുക്ക് അതിൻ്റെ പൈസയുടെ ആവശ്യമില്ല. ഈ ദാരിദ്ര്യത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോഴേ സ്വന്തം വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നുണ്ട്. ഒന്നാമത് ജീവിക്കാൻ നമ്മൾ പണിയെടുക്കാൻ വേണം, അല്ലാണ്ട് പറ്റൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ? കാരണം വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നൊരു വചനം. ഈ വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിക്കുമ്പോൾ നമുക്ക് ആ വചനം നമ്മളെ ഇന്ന് വരെ ജീവിപ്പിച്ചതൊക്കെ അതാണ്. തിരുവചനമാണ് ഇന്ന് വരെ ജീവിപ്പിച്ചത്. മോളുടെ കല്യാണം വന്നു. മോളുടെ കല്യാണം വന്നപ്പോൾ 2 മക്കളല്ലേ? 2 മക്കൾ. മോളുടെ കല്യാണം വന്നപ്പോൾ ഞാൻ കല്യാണമൊക്കെ ഉറപ്പിച്ചു. അപ്പോൾ കർത്താവേ ഇതിൻ്റെ പൈസ എവിടെയാ? ഞാൻ എന്തേലും ഒരു ചെറിയ താലി കെട്ടാലും പിന്നെയൊന്നും കൊടുക്കണ്ടേ, ഇത് പൈസ വേണ്ടേ, അത് എവിടെയാന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ ഞാൻ കുറേ അങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് ഗുരുവായൂർ പള്ളിയിൽ വൈകുന്നേരം നേരത്തെ ഒരു ഫാമിലിയാണ് അത് ധ്യാനം നടത്തണേ. പുറത്താണ് സ്റ്റേജ് കെട്ടിയിട്ട് നമ്മൾ പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത്.
അപ്പോൾ ഞാനും അവിടെ അങ്ങനെ ചെന്നിരിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. ഒരു ഫാമിലിയാണ് ധ്യാനം നടത്തുന്നത്. അപ്പോൾ ഞാൻ സക്രാരി നേരെ ഇങ്ങനെ ഇരിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ടിൻ്റെ ചുവട്ടിൽ വന്ന് പറഞ്ഞു, നിൻ്റെ മോളുടെ കല്യാണം ഞാൻ നടത്തി തരില്ല എന്ന് നീ വിചാരിക്കണേ, ഇങ്ങനെ ഒരു സൗണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ശല്യപ്പെടുത്തണേ. പിന്നെ ആ സൗണ്ട് അങ്ങനെ പോയി. പിന്നെ ആ കല്യാണം ഭയങ്കരമായിട്ടുള്ള ദുരിതത്തിലാണ് വന്ന് ചേർന്നത്. എന്നുവെച്ചാൽ നോട്ട് മാറ്റം, പൈസ തരാമെന്ന് പറഞ്ഞവരൊക്കെ പിൻവലിച്ചു. എങ്ങനെയൊന്നും നടത്തുകയില്ല, എനിക്കൊരു പിടിയില്ല. ഞാൻ വളരെയധികം കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ കല്യാണം നടന്നത് എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്ര ഗംഭീരമായിട്ട് ആ കല്യാണം നടത്തിയത്. ആ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സൗണ്ടായിരുന്നു അത്. ആ അത്യാവശ്യം സ്വർണം കൊടുത്തു. അത് ഒരു 80,000 ഉറുപ്പ്യ സദ്യക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞു. അതിന് പിന്നെ ബാക്കി പൈസ വന്നേ. പറഞ്ഞു വന്നപ്പോഴേ ഇപ്പം പള്ളിയിലും അമ്പലങ്ങളിലും പല ആരാധനാലയങ്ങളിലും പോകുന്ന ആൾക്കാരുണ്ട്. ധാരാളം പൈസ അവിടെ കൊണ്ടുപോയിട്ട് ഭണ്ഡാരത്തിലിടുന്ന ആൾക്കാരുണ്ട്. ഭക്തിയുടെ പല ഇത് കാണിക്കുന്നവരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ കൺമുൻപിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ പള്ളികളാവട്ടെ അമ്പലങ്ങളാവട്ടെ അതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ ചിലപ്പോൾ വീടുകളിലോ ഒക്കെ ഇങ്ങനെ പലതരത്തിലും വിഷമിക്കുന്ന സങ്കടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ റോഡിലും കാണാനായിട്ട് പറ്റും. എന്താണ് ശരിക്കും ഭക്തി എന്ന് പറയുന്നത്? ഭക്തി എന്നല്ലേ യാക്കോസ്ലിയ ലേഖനത്തിൽ പറയുന്നത്. യഥാർത്ഥ ഭക്തി വിധവകളെയും അനാഥരെയും പരിപാലിക്കുക എന്നാണ് യാക്കോസ്ലിയ ലേഖനത്തിൽ പറയുന്നത്, ബൈബിളിൽ പറയുന്നത്. യഥാർത്ഥ ഭക്തി അതാണ്. അനാഥരെയും വിധവകളെയും, ഒന്നിനും പറ്റാത്ത വിധവകളുണ്ടല്ലോ, അവരൊക്കെ പരിപാലിക്കലാണ് യഥാർത്ഥ ഭക്തി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായ അത് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും കിട്ടും. ഇപ്പൊ ജേക്കബേട്ടന്റെ വസ്ത്രധാരണം, അതൊരു കാക്കി കളർ ഡ്രസ്സ്, അതുപോലെ ഇവിടെ ജീസസ് മൈ സേവിയർ എന്ന് എഴുതിയേക്കണു, വലിയ താടി, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രാവിന്റെ രൂപം, ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ താടി, മുടി, പലരും യേശു എന്നാണ് വിളിക്കുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്? അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയി വന്നത്? ഇത് ചിലരൊക്കെ വീട് അന്വേഷിച്ച് വരിക, എൻ്റെ പേരിൽ അന്വേഷിച്ച് വരില്ല, യേശുവിൻ്റെ വീട് അന്വേഷിച്ചിട്ടാണ്. അങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പലരും അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ പറയുന്നത് യേശുവിൻ്റെ മുഖച്ചായ എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല. ഞാൻ പറയും എൻ്റെ ഒരു ഭ്രാന്തൻ്റെ മുഖച്ചായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും പറയുന്നത് യേശുവിൻ്റെ മുഖച്ചായ എന്ന്. കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ചായയിലാണ് ആരിനെ സൃഷ്ടിച്ചുള്ളത്, മനുഷ്യനെ സൃഷ്ടിച്ചുള്ളത്. അപ്പം എല്ലാവരും യേശുമാരാന്ന് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി? തമ്പുരാൻ പറഞ്ഞ വചനമുണ്ട്, ഞാൻ പറഞ്ഞ വചനമല്ല. ദൈവം സ്വന്തം ചായ സൃഷ്ടിച്ച് മനുഷ്യനെ, ദൈവത്തിൻ്റെ ചായയിലാണ് മനുഷ്യനൊക്കെ സൃഷ്ടിച്ചുള്ളത്. അപ്പം നമ്മളെല്ലാവരും അത് ദൈവങ്ങളാന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും യേശുകാരാണ്. പക്ഷെ നമ്മളാരും ആ യേശുവിൻ്റെ പണി ആരും ചെയ്യുന്നില്ല. അതാണ് ദൈവത്തിന് സങ്കടം. ആ യേശുദേവന്റെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ്. അതെ. ഇവിടെ ഒരു 10-30 വർഷങ്ങളായിട്ട് ഈ ക്രിസ്മസ് ദിനം സാധാരണ എല്ലാവരും വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്ന പരിപാടി ഇവിടെ ജേക്കബേട്ടൻ തെരുവിന്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. എന്താണ് അതിന്റെ ഒരു പ്രചോദനം? രാജാവ് സദ്യ ഒരുക്കി. അപ്പം ക്ഷണിക്കപ്പെട്ടവരൊക്കെ അവരൊക്കെ വിളിക്കാനായിട്ട് ഭൃത്യന്മാരെ പറഞ്ഞു വെച്ചു. അതായത് ഇത് ബൈബിളിലൊരു കഥയാണ്, ബൈബിളിലെ ഉപമയാണ്. അപ്പോൾ അങ്ങനെ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്, വന്ന് കഴിക്കുക വേണ്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. വിളിക്കപ്പെട്ടവരൊക്കെ വിളിക്കാനായിട്ട്, ക്ഷണിക്കപ്പെട്ടവരൊക്കെ വിളിക്കാനായിട്ട് ഭൃത്യന്മാരെ അയച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ള എനിക്ക് വരാൻ സാധിക്കില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ 5 കോടി കാളാന് മേടിച്ചിട്ടുണ്ട്, അതൊന്ന് പൂട്ടി സാമ്പിൾ നോക്കാൻ പോവാണ്. വേറെ ഒരുത്തൻ പറഞ്ഞു, ഞാനൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട്, അത് കാണാൻ പോവാണ്. ഇങ്ങനെ ആരും വിളിച്ചവരാരും വന്നില്ല. അപ്പം പിന്നീട് തെരുവിൽ കാണുന്ന എല്ലാവരെയും വിളിച്ചിട്ട് വധിശാല നിറയ്ക്കാനേ പറഞ്ഞ്. അതായത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഈ തെരുവിലെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ ക്രിസ്തുവിന്റെ ക്രിസ്മസ് ദിവസം മാറ്റിവെക്കുന്നത്. അതെ. അപ്പൊ അന്ന് ഏകദേശം എത്ര പേരുണ്ടാവും? ഒരു 350 പേര് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവും. ഭക്ഷണം എന്ത് ഭക്ഷണമായിരിക്കും? ഞങ്ങൾ ചിക്കൻ ബിരിയാണി വെക്കുന്നത്, ഒരു 80 കിലോ കോഴി, അതിനനുസരിച്ചുള്ള മറ്റുള്ള സാധനങ്ങളും വെപ്പുകാരെ വിളിച്ചിട്ട് ഇവിടെ വെക്കും. ഇവിടെ തന്നെ വെക്കും. അതൊരു വലിയൊരു സദ്യയാണ് ശരിക്കും. വലിയ സദ്യയാണ്. നേരത്തെ പറഞ്ഞ ബൈബിളിലെ കഥ പറഞ്ഞ പോലെ ഒരു വിവാഹ സദ്യ തന്നെയാണ്. ഇവിടെ നമ്മൾ
ഒരു ഷാമിയാന പന്തൽ കെട്ടും. പിന്നെ മുറ്റത്തൊരു സ്റ്റേജ് ഇടും. വന്നവർക്ക് ക്രിസ്മസ് സന്ദേശം പറയാനൊക്കെ അവിടെ സ്റ്റേജ് ഇടും. ഇവരെ എങ്ങനെ കൊണ്ടുവരാ? ഈ നമ്മുടെ ഗുരുവായൂരിൽ തന്നെ കണ്ടെത്തിയിട്ടുള്ള ആളുകളാണോ? ഇപ്പം നമ്മൾ 30 വർഷമായതുകൊണ്ടേ നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം, അവർക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടെന്ന്. ക്രിസ്മസിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ തിക്കും തിരക്കും ബഹളവും കൂടെ നിറച്ച റോട്ടിലൊക്കെ പറമ്പിലൊക്കെ നിറച്ച ആൾക്കാരാ. 30 വർഷമായി നടത്തുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം ഇവിടെ വന്നാൽ നല്ലൊരു ഭക്ഷണം ക്രിസ്മസിന്റെ അന്ന് കിട്ടും എന്ന് അവർക്കറിയാം. അപ്പൊ എല്ലാവരും ഇവിടെ വരും. തള്ളയും കുട്ടികളും എല്ലാവരും ഇവിടെ വരും. നടക്കാൻ പറ്റാത്തവരും വടി കുത്തി വരുന്നവരും. ഈ 30 വർഷത്തിൽ ഒരു വർഷം പോലും തടസ്സം ഉണ്ടായില്ല? ഇല്ല, തടസ്സം ഉണ്ടായി. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞാൻ 2 അപകടം ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു 2 കൊല്ലം അപകടം ഉണ്ടായി, ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തായാലും നടത്തുക കർത്താവ്, എങ്ങനെ കർത്താവ് നീ ഒന്ന് കെടുക്കുക, ഞാൻ നടത്തി കാണിച്ചു തരാം. ഇങ്ങനെ ഒരു സന്ദേശം എനിക്ക് വന്നേ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചെവിയിൽ ശബ്ദം കേൾക്കുക. അതെ, ഇതെങ്ങനെ നടത്തി കാണിച്ചു തരാം. കർത്താവ് ഭംഗിയായിട്ട് നടത്തിയത്. വളരെ നമുക്കൊക്കെ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ വാർഡിലാണ് കഴിഞ്ഞ 10-15 വർഷക്കാലം ജനപ്രതിയായ വാർഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പന്തലൊരുക്കി അയൽവാസികളെയും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട അയൽവാസികളെയും അതുപോലെ തന്നെ ഗുരുവായൂരിൽ തെരുവിൽ ഉറങ്ങുന്ന ആരോരുമില്ലാത്ത പാവപ്പെട്ട ആളുകളെ ആ പരിപാടിക്ക് ക്ഷണിച്ച് അവിടെ ഒരു നല്ലൊരു സദ്യ ഒരുക്കി ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷം, അത് കാണുമ്പോഴുള്ള സന്തോഷം, അതിൽ ഒരു പങ്കാളിയാവാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ താല്പര്യത്തോടെ നമ്മളൊക്കെ കാണുന്നത്. ഇത് ഈ ഇമ്മാനുവൽ എന്നുള്ള ഒരു പേര്, മോന്റെ പേര് ഇമ്മാനുവൽ അല്ലേ? അത് അവൻ ജനിക്കുന്നതിന് മുന്നതുണ്ട്. അവൻ ജനിക്കുന്നതിന് മുന്നേ ഈ സംഘടനയ്ക്ക് പേരുണ്ട്. അതായത് ഇപ്പൊ ഇതിനൊരു സംഘടന പോലെ ആക്കിയേക്കാണ്. അതിന് പേരിട്ടുള്ളത് ഇമ്മാനുവൽ. ഇമ്മാനുവൽ ജീവകാരുണ്യ പ്രവർത്തന സമിതി PO ഗുരുവായൂർ. അത് നമ്മള് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള. അത് ഗവൺമെന്റിൽ രജിസ്റ്റേർഡ് ആണ് അത്. ഓക്കെ. അപ്പൊ ട്രസ്റ്റ് പോലെയാണോ? സമിതിയായിട്ട് 1000-ഓളം ആളുകളുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ 10,000-കണക്കിന് വിശേഷങ്ങളും സംഭവങ്ങളും പറയാനുണ്ടാവും. ദൈവം നമ്മോട് കൂടെ എന്ന ആ ഒരു വാക്ക് ഇമ്മാനുവൽ, പ്രത്യേകിച്ച് ഈ ക്രിസ്മസിന്റെ ദിനത്തിൽ അത് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ അനേകായിരങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്മാനുവൽ അനുഭവമായിട്ട് മാറാൻ, ദൈവം അടുത്ത് നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് മാറാൻ അനേകരുടെ ജീവിതത്തിൽ ഇനിയും ജേക്കബേന്റെ ജീവിതം കൊണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ പിന്തുണയും സ്നേഹപൂർവ്വം നേരുന്നു. മെരി ക്രിസ്മസ്. ഹൃദയം പുൽത്തൊട്ടിയാണ്. കർത്താവ് പറക്കുന്ന നമുക്ക് തുറന്നു കൊടുക്കാം നമ്മുടെ ഹൃദയം. അപ്പോൾ ഈ ഹൃദയമാവുന്ന പുൽത്തൊട്ടിയിൽ ഈശോ പറക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.